അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യണം. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. അത് നമസ്കാരമാണെങ്കിലും ദിക്റുകളാണെങ്കിലും സലാത്തുകളാണെങ്കിലും അതുപോലെ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമ്മൾ അടുക്കുമ്പോൾ അല്ലാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുകയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുകയും നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുറാദുകൾ മനസ്സിലുള്ളവരാണ്, പല പല മുറാദുകളുള്ളവരാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നിസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുഹാ നമസ്കാരം നമുക്കറിയാവുന്ന ഒരു നമസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്, വലിയ മഹത്വമുള്ള നമസ്കാരമാണ്. ദുഹാ തന്നെ നമസ്കരിക്കാതിരിക്കരുത്. ഒരുപാട് പുണ്യങ്ങളുള്ള ഒരു നമസ്കാരമാണ് ദുഹാ നമസ്കാരം. നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിലുള്ളവരാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന വലിയ ആഗ്രഹം നിറവേറ്റി കിട്ടാൻ 2 റക്അത്ത് ദുഹാ നമ്മൾ നമസ്കരിക്കുക. ദുഹാ നമസ്കാരം വലിയ മഹത്വമുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് പറയുകയാണ്, 360 കിടപ്പുകൾ നമ്മുടെ ശരീരങ്ങളിലുണ്ട്. 360 കിടപ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ഓരോ കിടപ്പുകൾക്ക് വേണ്ടിയും നിങ്ങൾ ദാനം ധർമ്മം ചെയ്യുക. 360 സദഖ നിങ്ങൾ കൊടുക്കണം എന്ന് സഹാബാക്കളോട് പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതിന് കഴിയില്ല യാ റസൂലല്ലാഹ്. 360 കിടപ്പുകളുണ്ട്, അതിന് ഓരോ സദഖ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് കഴിയില്ല നബിയേ. കാരണം മഹാന്മാരായ സഹാബാക്കൾ വലിയ വലിയ സമ്പന്നന്മാരോ കോടീശ്വരന്മാരോ ഒന്നുമല്ല. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതിന് ഞങ്ങൾക്ക് കഴിവില്ല നബിയേ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, എന്റെ സഹാബ, നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹുകളും എല്ലാം സദഖയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അതിനോട് തുല്യം നിൽക്കുന്ന ഒരു സദഖയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനോട് തുല്യം നിൽക്കുന്ന ഒരു സദഖയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് ദുഹാ നമസ്കാരമാണ്. അപ്പൊ ഒരാൾ ദുഹാ നമസ്കരിച്ചു കഴിഞ്ഞാൽ 360 ജോയിനുകൾക്ക് സദഖ ചെയ്ത കൂലി അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ര മഹത്വമുള്ളതാണ് ദുഹാ നമസ്കാരം. അപ്പോൾ ഈ ദുഹാ നമസ്കാരം തന്നെ വലിയ മഹത്വമുള്ളതാണ്. അപ്പൊ ഈ ദുഹാ നമസ്കാരത്തിന് ശേഷം ഒരു സൂറത്തിന്, ഒരു ചെറിയ സൂറത്തിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ്. പെട്ടെന്ന് തന്നെ അല്ലാഹു നിറവേറ്റി തരുന്ന ഒരു സൂറത്താണ്. ഒന്നാമത് ദുഹാ നമസ്കാരത്തിന് വലിയ പുണ്യമുണ്ട്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറാൻ വേണ്ടിയിട്ട് ഈ സൂറത്തിന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നമ്മുടെ രോഗങ്ങൾ ശിവയാകണം. ഭവനമില്ലാത്തവരോട് നമുക്ക് അല്ലാഹു ഭവനം തരണം. അതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ ഭവനങ്ങളിൽ ഇണകളെ തേടിയിരിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, കടങ്ങൾ തീരാൻ വേണ്ടിയിട്ടുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഗൾഫിൽ നിൽക്കുന്നവരുണ്ട്, അവർക്ക് ജോലി ഇല്ലാത്തവരും നല്ല ഒരു ജോലി തേടുന്നവരുമെല്ലാം ഉണ്ട്. കച്ചവടക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, കച്ചവടം തീരെ ഇല്ലാത്തവർ. അപ്പോ പലവിധ മുറാദുകളും പല ആഗ്രഹങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് ദുഹാ നമസ്കാരം നിങ്ങൾ പതിവാക്കണം. വലിയ മഹത്വമുള്ള നമസ്കാരമാണ്. അപ്പൊ നമ്മുടെ ഈ പറയപ്പെട്ട മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് മഹത്തുക്കൾ പറഞ്ഞു തരുകയാണ്. അപ്പൊ ദുഹാ നമസ്കാര ശേഷം സൂറത്തുൽ ദുഹാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ
ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഈ സൂറത്ത് അഥവാ സൂറത്തുൽ ളുഹ, ളുഹാ നമസ്കാര ശേഷം സൂറത്തുൽ ളുഹ 7 പ്രാവശ്യം അവൻ ഓതണം. ളുഹാ നമസ്കാര ശേഷം 7 വട്ടം അവൻ സൂറത്തുൽ ളുഹ ഓതണം. അങ്ങനെ 7 ദിവസം ഓതുക. ഇങ്ങനെ 7 ദിവസം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. പലവിധ മുറാദുകളുള്ളവരുണ്ട്. നമ്മളെ മുറാദുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുന്നതാണ്. ഈ രീതിക്ക് ഓതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ എങ്ങനെയാണ് ദുഹാ നമസ്കരിക്കുക? ആ ദുഹാ നമസ്കാര ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ളുഹ 7 ദിവസം നമ്മൾ പാരായണം ചെയ്യുക. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുക. ഖാലിഖായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബി, 2 പവിത്രമാക്കപ്പെട്ട മഹത്വമുള്ള നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയെ തട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമർ റഹീമിനായ അല്ലാഹ്, ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം നീ ഖബൂൽ ചെയ്യണേ പടച്ചവനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആൻ നീ ഖബൂൽ ചെയ്യണേ. കബൂൽ ചെയ്യണേ അല്ലാഹ്. ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. സലവാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. മുസീബത്തുകൾ നമ്മളിൽ നിന്ന് നീങ്ങി പോകാൻ ഒരു കാരണമാക്കണേ പടച്ചവനെ. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് പടച്ചവനെ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഭവനങ്ങളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. ഞങ്ങൾക്കൊക്കെ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. എത്രയോ മക്കളവരുടെ ഭവനങ്ങളിൽ ഇണകളെ തേടിയിരിക്കുന്നുണ്ട്. സാലിഹീങ്ങളായ ഇണകളെ എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, പല പല രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം ശിഫയായി സന്തോഷത്തോടെ വീട്ടിൽ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ അടുക്കലുണ്ട് പടച്ചവനെ. ഞങ്ങളിൽ നിന്നെല്ലാം നീ ദാരിദ്ര്യങ്ങൾ പിടിതെറിയണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും കടക്കാറാണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാറായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, കടക്കാറായി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലുള്ള മാരകമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ പലരും വിദ്യാഭ്യാസത്തെ പടച്ചവനെ. അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അവരെ
അവരെയും നിങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. അവർക്ക് പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹുവേ, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. ആപത്തിൽ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് പടച്ചവനെ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ്. അവരിൽ പലരും പല ജോലികളുള്ളവരാണ്. ആ ജോലികളിലൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം നീ നിലനിർത്തണേ അല്ലാഹ്. നീ തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളെ വളർത്തിയവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളെ സഹായിച്ച പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവരുടെ എല്ലാം ഖബറടങ്ങളെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാര് പലരും മരണപ്പെട്ടു പോയി പടച്ചവനെ. അവരുടെ എല്ലാം ഖബറടങ്ങളെ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിലുള്ളവരുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ വീഡിയോകൾ കേൾക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർ, അവരുടെ മാതാപിതാക്കൾ പലരും മരിച്ചുപോയി, അവരുടെ ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ടു പോയി. റബ്ബേ, ഞങ്ങൾ ഓതുന്നതും ചൊല്ലുന്നതുമായ അതിന്റെ എല്ലാ നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ബദൽ സവാബ് നീ അവരുടെ ഖബറടങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണേ പടച്ചവനേ അല്ലാഹുവേ. അവരുടെ ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒരുമിച്ച് കൂടണേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اجعلنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.